കാര്യം നിസ്സാരം. $35,000 ഗുണം 10,50,000 രൂപ. ഒരു സെന്റിന് 3 ലക്ഷം രൂപ വെച്ച് കിട്ടിയാൽ ലാഭം 2,65,000. 30 സെന്റിന് 79,50,000 രൂപ. ഭാമേ, ഭാമേ, നീ എന്താ പറഞ്ഞത്? ശമ്പളമല്ലാതെ മറ്റേതെങ്കിലും ഒരു വരുമാന മാർഗം വേണമെങ്കിൽ ഒന്നുകിൽ കൈക്കൂലി വാങ്ങണം, അല്ലെങ്കിൽ സർക്കാരിനെ പറ്റിച്ച് വേറെ ബിസിനസ് തുടങ്ങണമെന്ന് അല്ലേ? പക്ഷേ ഒരു നിയമലംഘനം നടത്താതെ ഞാൻ കൈ നിറയെ കാശ് വാങ്ങാൻ പോവാ. ലോട്ടറി എടുക്കാൻ പോവാ? ലോട്ടറി ആണോ എന്ന് ചോദിച്ചാൽ ലോട്ടറിയാണ്. പക്ഷേ നീ വിചാരിക്കുന്നത് പോലെ കേരള ലോട്ടറി അല്ല. സിക്കിം, ഭൂട്ടാൻ അങ്ങനെ എന്തെങ്കിലും? ഇതാത്തൽ ലോട്ടറി ഒന്നും അല്ല. പിന്നെ അപ്പം കുലുക്കിക്കുത്തായിരിക്കും. മുച്ചിട്ടുകളി? അയ്യോ, അതൊന്നും പറ്റൂലല്ലോ, അത് നിയമലംഘനമാവൂലോ. പിന്നെന്താ പരിപാടി? ഒരു 30 സെന്റ് ഭൂമി വാങ്ങുന്നു, വിൽക്കുന്നു. വിൽക്കാനാണെങ്കിൽ പിന്നെ വാങ്ങുന്നതിനാ? പറയുന്ന കേക്ക്. ശിവക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്ത് പാടം നികത്തി സർക്കാർ സ്റ്റേഡിയം പണിയാൻ പോവുക. ആ സ്റ്റേഡിയം അവിടെ വന്നാൽ നമ്മുടെ നാടിന്റെ മുഖച്ഛായ തന്നെ മാറും, ഇല്ലേ? മാറുമായിരിക്കും. അല്ല, ഈ സ്റ്റേഡിയം ലോട്ടറിയും തമ്മിൽ എന്താ ബന്ധം? സ്റ്റേഡിയവും ലോട്ടറിയും തമ്മിലല്ല ബന്ധം. സർക്കാർ നികത്താൻ പോകുന്ന പാടവും തേക്കുംകാട്ടിലെ രാജപ്പന്റെ 30 സെന്റ് ചതുപ്പും തമ്മിലാണ് ബന്ധം. അല്ലെ, എനിക്കൊന്നും മനസ്സിലായില്ല. രാജപ്പന്റെ ഭൂമി ചതുപ്പായതുകൊണ്ട് അതാരും വാങ്ങാതിട്ടിരിക്കുക. ഇപ്പോ നമ്മളത് വാങ്ങിയാൽ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന വിലയ്ക്ക് അത് കിട്ടും. അല്ല, ഈ ചതുപ്പ് ഭൂമി വാങ്ങിട്ട് എന്ത് ചെയ്യാനാ? കുളം കുത്താനാ? അല്ല, വാങ്ങുമ്പോ അത് വെറും ചതുപ്പ് ഭൂമിയായിരിക്കും. പക്ഷെ അവിടെ പാടനകത്ത് സ്റ്റേഡിയം വരുമ്പോ അത് പൊന്നിൻ വില കിട്ടുന്ന 1-ാം തരം ഭൂമിയാവില്ലേ? ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഭൂമി വാങ്ങാൻ ആരുടെ അനുവാദം വേണ്ട, വിൽക്കാൻ ഒട്ടും വേണ്ട. രാജപ്പന്റെ ഭൂമി വാങ്ങി 6 മാസം കഴിഞ്ഞ് മറച്ചു വിറ്റാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 80 ലക്ഷം രൂപയാണ്. കിട്ടി. നീ ഇങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു. തീർത്തും നിയമപരമായി ഇത്തരം ലാഭം കിട്ടുന്ന മറ്റേതൊരു ബിസിനസ് ഉണ്ട്? ഇതൊക്കെ നടക്കുവോ? എന്താ നടക്കാത്തത്? രാജപ്പന്റെ ഭൂമി വാങ്ങാൻ ഇപ്പോ ആകെ വേണ്ടത് 10.5 ലക്ഷം രൂപ. അതെന്റെ കയ്യിലുണ്ട്. ഇന്ന് വൈകുന്നേരം തന്നെ നമ്മൾ അഡ്വാൻസ് കൊടുക്കും. ഭൂമി ചോദിച്ചാൻ ചെല്ലുമ്പോ രാജപ്പൻ കരുതും ഞാനൊരു മണ്ടനാണ്. എനിക്കത് നേരത്തെ അറിയായിരുന്നു. അല്ല, രാജപ്പൻ മോഹനേട്ടനെ പറ്റി അങ്ങനെ കരുതുമെന്ന് എനിക്ക് നേരത്തെ അറിയാമെന്നാണ് പറഞ്ഞത്. 1 മാസം കഴിയുമ്പോ അവിടെ സ്റ്റേഡിയം വരുന്ന കാര്യം പുറത്തറിയും. അപ്പോഴേ രാജപ്പന് മനസ്സിലാകൂ, ഈ മോഹനേട്ട സാറിന്റെ ബുദ്ധി എന്തുമാത്രം വലുതാണെന്ന്. ഭാമേ, ഈ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന 80 ലക്ഷം രൂപ ലാഭം കൊണ്ട് നമുക്ക് വേറെ ഭൂമി വാങ്ങാം. നല്ല ലാഭം കിട്ടുകയാണെങ്കിൽ അതും വിൽക്കാം. സത്യത്തിൽ ശമ്പളമല്ലാതെ വലിയൊരു തുക സമ്പാദിക്കാനുള്ള വഴിയാണ് തുറന്നു കിടക്കുന്നത്. ഇതുവരെ ചെയ്ത സകല കച്ചവടത്തിലും അബദ്ധം പറ്റി. ഇതും അങ്ങനെ ആവാതിരുന്നാ മതി. ഞാനൊരു വില്ലേജ് ഓഫീസറാണ്. ഭൂമി വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിനെ പറ്റി എനിക്കറിയാവുന്നതുപോലെ വേറെ ആർക്കറിയാം? ഈ കാര്യത്തിൽ എന്നെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല. അപ്പൊ ചുരുക്കത്തിൽ 6 മാസം കഴിയുമ്പോഴേക്കും വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ ഒരു കോടീശ്വരനാവും. സ്വന്തമായ ഭൂമി, വീട്, കാറ്, അങ്ങനെ എല്ലാം ഉള്ളൊരു വലിയ മുതലാളി. ഭൂമി, വീട് എന്നൊക്കെ പറയാൻ സമ്മതിച്ചു. പക്ഷെ കാറ് അത് നടക്കില്ല. മോഹനകൃഷ്ണൻ ഒരിക്കലും കാറ് വാങ്ങില്ല. നായ നടുക്കളയിൽ ചെന്നാലും നക്കിയെ കുടിക്കുന്നൊരു ചൊല്ലുണ്ട്, അത് കേട്ടിട്ടുണ്ടോ സാറ്? ഉണ്ടെങ്കിൽ
അല്ല ചുമ്മാ പറഞ്ഞതാ, സാർ കേട്ടിട്ടുണ്ടോന്നറിയാൻ. അപ്പൊ മോഹനേട്ടൻ അല്ലല്ലല്ല, വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ മൊയിലാളി അബിസി പോയാട്ടെ. എനിക്ക് കുറച്ച് പണിയുണ്ട്, ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ. മോഹൻ സാറേ, മോഹൻ സാറേ, സാറേ, സാറ് പോയി കാണുമെന്ന് പറഞ്ഞ് പേടിച്ച് വരികയായിരുന്നു ഞാൻ. ഇന്നത്തെ ദിവസം രണ്ടാമത്തെ തവണയാണല്ലോ ഉത്തമം പേടിക്കുന്നത്. അതല്ല സാറേ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയ വളവെത്താൻ നേരത്ത് എനിക്കൊരു ഫോണ്. വേറെ ആരുമല്ല വിളിച്ചത്, നമ്മുടെ തേക്കൻകാട്ടിലെ രായപ്പനെ. രാജപ്പന് വൈകുന്നേരം അഡ്വാൻസ് കൊടുക്കാന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അതല്ല സാറേ പ്രശ്നം. ഒന്നും പറയണ്ട. 9:30 ഞാനിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിയാലേ 10 മണിക്ക് ഓഫീസിലെത്താൻ പറ്റൂ. അതുകൊണ്ട് രാവിലെ അഡ്വാൻസ് കൊടുക്കുന്ന കാര്യം നടക്കില്ല. അതല്ല സാർ, ഞാൻ ഒന്ന് പറയട്ടെ. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഉത്തമം പറഞ്ഞത് കേട്ട് ഞാൻ രാജപ്പന്റെ ഭൂമി വാങ്ങാൻ സമ്മതിച്ചല്ലോ. അപ്പൊ പിന്നെ എന്തിനെങ്കിലും തിരക്കൂട്ടുന്നത്? എന്റെ പൊന്ന്, ഞാൻ എനിക്കറിയാം ഉത്തമന് കമ്മീഷനോടെ വേണം, അതല്ലേ കാര്യം. അതല്ല സാറേ ഉത്തമ, ഈ കച്ചവടം നടന്നാൽ നോക്ക്, ഉത്തമന് ഞാൻ 5000 രൂപ കമ്മീഷൻ തരും. പക്ഷെ അത് ആദ്യം എഴുതി തരാൻ പറ്റൂ. ഇപ്പോ ഇങ്ങനെ തിരക്കൂട്ടിട്ട് ഒരു കാര്യമില്ല. ഉത്തമ, വില്ലേജ് ഓഫീസർ മോഹനേഷിന് വാക്കൊന്നേ ഉള്ളൂ. ആധാരം എഴുതാതെ കമ്മീഷൻ നടക്കില്ല. എന്റെ പൊന്ന് സാറേ, ഞാൻ കമ്മീഷൻ വാങ്ങാൻ വന്നൊന്നുമല്ല. ഞാൻ ഇവിടെ ഇറങ്ങിയപ്പോ രായപ്പ എനിക്ക് ഫോൺ ചെയ്തു. ടൗണിലെ ഏതോ റിയൽ എസ്റ്റേറ്റുകാർ രായപ്പന്റെ വസ്തുവിന് അഡ്വാൻസ് കൊടുത്തു. സെന്റിന് 45,000 രൂപയാണ് വില. കൊടുത്തത് ആരായിരുന്നാലും അയാൾക്ക് സ്റ്റേഡിയം വരുന്നതിന്റെ വിവരം അറിയായിരുന്നു. കച്ചവടം നടന്നുപോയി. ഇനി അതിൽ നിന്ന് കിട്ടുന്ന ലാഭം പ്രതീക്ഷിച്ചിരിക്കണ്ട എന്ന് പറയാനാണ് ഞാൻ ഓടി പിടിച്ച് ഇങ്ങോട്ട് വന്നത്. അല്ല സാറേ, ഈ പറയുന്ന സ്ഥലം രായപ്പന്റേതാണ്. അവന് ഇഷ്ടമുള്ള ആർക്കാർക്കത് വിൽക്കും. അത് ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവൻ എന്റെ കയ്യും കാലം തല്ലി ഓടിച്ചിട്ടേ എവിടേക്ക് കൊണ്ടുവരും. ഞാൻ പോകുന്നു. ഇതെന്തൊരു ന്യായോടാ. അവനെ വെച്ചിട്ടുണ്ടോ? അങ്ങ് കൊണ്ട് കൊണ്ടേ. സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. നീ എന്തിനാ ഇപ്പൊ ഈ പാട്ട് പാടിയത്? ഈ പാട്ടിന് എന്താ കുഴപ്പം? ഈ പാട്ട് പാടണ്ട. ശരി, എന്നാ വേറെ പാട്ട് പാടാം കേട്ടോ. സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം ദുഃഖഭാരം. എന്താ മോനടാ ഈ പാട്ട് പാടണ്ട. ഇതെന്താ കൂത്താൻ നോക്കണേ? വന്ന് അവനും ഇഷ്ടമുള്ളൊരു പാട്ട് പോലും പാടാൻ വയ്യേ. നീ എന്നെ കളിയാക്കാനാണ് ഈ പാട്ട് പാടുന്നത് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇതുകൊണ്ടൊന്നും ഈ മോഹനകൃഷ്ണൻ തോക്കില്ല. എന്തൊക്കെ മോഹങ്ങളായിരുന്നു. രാജപ്പന്റെ ഭൂമി വാങ്ങി മറിച്ചു കിട്ടുന്ന ലാഭം കൊണ്ട് വേറെ ഭൂമി വാങ്ങി, അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് പിന്നെ ഭൂമി വാങ്ങി, അങ്ങനെ വാങ്ങി 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 മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്നൊരു പ്രയോഗമുണ്ട്, കേട്ടിട്ടുണ്ടോ? സത്യം പറയട്ടെ, എനിക്ക് ഇതിൽ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഉത്തമം ഒരുപാട് കാല് പിടിച്ചോണ്ട് വെറുതെ ആലോചിച്ചതാ. അല്ല, ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ പറഞ്ഞു. എനിക്ക് സർക്കാർ കൃത്യമായ ശമ്പളം തരുന്നുണ്ട്. പിന്നെന്തിനാ വേറെ പൈസയൊക്കെ? വേറെ അറിയാമോ, പൈസ കൂടിയാ മനസ്സമാധാനം പോവും. സത്യം ശരിയല്ലേ? പിന്നല്ലേ, ഇത് തന്നെയാ പണ്ടാ കുറുക്കൻ പറഞ്ഞത്. കിട്ടാത്ത മുന്തിരി പുളിക്കായിരിക്കല്ലേ? ഭയങ്കരായിട്ടും. മലർപ്പൊടി വിറ്റ് കോടീശ്വരനാവുന്നത് സ്വപ്നം കണ്ട ഒരു കച്ചവടക്കാരന്റെയും കിട്ടാതെ പോയ മുന്തിരിയെ കുറ്റം പറഞ്ഞൊരു കുറുക്കന്റെയും കഥ കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. മോഹനകൃഷ്ണൻ ഒരേ സമയം ആ കച്ചവടക്കാരനും കുറുക്കനുമായ കാഴ്ചകൾ കണ്ടു തീർന്ന സ്ഥിതിക്ക് ഇന്നത്തേക്ക് വിടാം. മറ്റൊരു നിസാര കാര്യവുമായി കാര്യം നിസാരം നാളെ രാത്രി 9 മണിക്ക്.